പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം. ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ ഭദ്രകാളി അഷ്ടകം എന്ന കൃതിയിലെ രണ്ടാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഹേലാദാരിതദാരികാസുരശിര ശ്രീവീരപാണോന്മദ ശ്രേണീ ശോണിത ശോണിമാധരപുടീം വീടീരസാസ്വാദിനീം പാടീരാദിസുഗന്ധിചൂജുകതടീം ഷാഡീകുടീരസ്തനീം ഘോടീവൃന്ദസമാനധാടിയുയുധീം ശ്രീഭദ്രകാളീം ഭജേ. ആദ്യമായി ശ്ലോകത്തിലെ പദാനുപദ അർത്ഥങ്ങൾ മനസ്സിലാക്കാം. ഹേല വിനോദം, ദാരിത പിളർന്ന, ദാരികാസുര ശിര ശ്രീ, ദാരികാസുരൻ്റെ ശിരസിൻ്റെ ശ്രീ അഥവാ ശിരസിൻ്റെ മഹത്വ ഐശ്വര്യം. വീരപാണോന്മദ ശ്രേണി, വീരപാനത്താൽ ഉന്മത്തമായ ഭാവനൈരന്തര്യം. ശോണിത ചുവന്ന, ശോണിമാധരപുടിയും സ്വാഭാവികമായ ചുവപ്പാർന്ന ചുണ്ടുകളോട് കൂടിയവൾ. വീടീ രസാസ്വാദിനി, താമ്പൂലരസം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവൾ. പാടീരാതി സുഗന്ധി ചൂചുകതടി, ചന്ദനാദികൾ പൂശി സുഗന്ധിതമാക്കി തീർത്ത മുലക്കണ്ണുകളോട് കൂടിയവൾ. ഘോടീവൃന്ദ സമാനധാടിയുയുധീം, പെൺകുതിരക്കൂട്ടങ്ങളുടെ സാമർഥ്യത്തോടുകൂടി യുദ്ധം ചെയ്യുന്നവൾ. ഷാഡീ കുടീരസ്തനീം, തുണിക്കൂടാരം പോലെയുള്ള കുത്തുമുലകളോട് കൂടിയവൾ. ശ്രീ ഭദ്രകാളിയും ഭജേ, ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം. വിനോദഭാവേന ദാരികാസുരൻ്റെ ശിരസ്സു പിളർന്ന് വീരപാനം നടത്തുകയാൽ ഉന്മത്തമായി തീർന്ന ചെമന്നു തുടുത്തതും സ്വാഭാവികമായ ചുവപ്പ് നിറത്തോട് കൂടിയതുമായ അധരപുടങ്ങളോട് കൂടിയവളും, താമ്പൂലരസം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നവളും, ചന്ദനം മുതലായ സുഗന്ധലേപനങ്ങൾ പൂശിയ മുലക്കണ്ണുകളോട് കൂടിയവളും, തുണിക്കുടാരം പോലെയുള്ള കുത്തുമുലകളോട് കൂടിയവളും, പെൺകുതിരകളുടെ സാമർഥ്യത്തോടുകൂടി യുദ്ധം ചെയ്യുന്നവളുമായ ശ്രീ ഭദ്രകാളിയെ ഞാൻ ഭജിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ മഹിഷാസുരമർദിനിയായ ഭദ്രകാളിയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മഹിഷാസുരൻ്റെ തേരാളിയായിരുന്നു ദാരികൻ. ബ്രഹ്മാവിൽ നിന്നും വിചിത്രമായൊരു വരം ദാരികൻ സമ്പാദിച്ചിരുന്നു അത്രേ. സ്ത്രീയുടെ കൈകൊണ്ടല്ലാതെ തനിക്ക് മരണം സംഭവിക്കില്ല എന്നുള്ളതായിരുന്നു ആ വരം. വരബലത്താൽ ഉന്മത്തനായി തീർന്ന ദാരികൻ മഹിഷാസുരനുമായി ചേർന്ന് ലോകരെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ഉപദ്രവം സഹിക്കാതെ വന്നപ്പോൾ ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും ആവിർഭവിച്ച കാളിയാണ് ദാരികാസുരനെ കൊന്നത്. ദേവി ദാരികൻ്റെ ശിരസ്സു ഛേദിച്ച് രക്തം കുടിച്ച് ആർത്തട്ടഹസിച്ചു എന്നാണ് പുരാണകഥയിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പുരാണകഥയെ ഗുരു മൂല്യനവീകരണം ചെയ്തിവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ലോകത്തുള്ള ഒരു പുരുഷശക്തിക്കും വധിക്കാൻ സാധിക്കാത്ത പ്രഭാവത്തോടുകൂടി വാഴുവാനുള്ള അനുഗ്രഹം ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ട ദാരികൻ സ്ത്രീയുടെ കൈകൊണ്ട് മരിക്കാനിടയായാൽ അങ്ങനെ സംഭവിച്ചു കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. സ്ത്രീയെ അബലയായി ചിത്രീകരിച്ച പുരുഷ മേധാവിത്വ ബോധമാണ് ദാരികനെ കൊണ്ടത് പറയിച്ചത്. സ്ത്രീ പുരുഷ സമന്വയ ശക്തി പ്രഭാവത്തെപ്പറ്റിയുള്ള അജ്ഞതയാണ് ദാരികാസുരനെ ഭരിച്ചിരുന്നത്. സൃഷ്ടിന്മുഖ സംഹാരമൂർത്തിയായ ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും ആവിർഭവിച്ച കാളി ദാരികനെ ശിരസ്സറുത്തു കൊന്നു എന്ന പുരാണകഥ അന്യാപദേശമറയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദൃഷ്ടാന്ത കഥയാണ്. ശിവൻ്റെ മൂന്നാം കണ്ണ് ജ്ഞാനനേത്രമാണ്. അതുകൊണ്ട് തന്നെ ശിവൻ്റെ മൂന്നാം കണ്ണിൽ നിന്നും ആവിർഭൂതയായ കാളിയെ ജ്ഞാനസ്വരൂപിണിയായി തന്നെ
മനസ്സിലാക്കേണ്ടതാണ്. ദാരിക വധകഥയെ ജ്ഞാനതലത്തിലേക്ക് ഉയർത്തി മൂല്യനവീകരണം ചെയ്തറിയേണ്ടതാണെന്ന് സാരം. കുയുക്തിയെ സുയുക്തി പരാജയപ്പെടുത്തുന്ന ഒരു ദൃഷ്ടാന്ത കഥയാണ് പുരാണപ്രസിദ്ധമായ ദാരികാസുരവധ ചരിതം. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ഏകനും അഖണ്ഡമൂർത്തിയുമായ ശ്രീപരമേശ്വരൻ്റെ അർദ്ധശരീരം പങ്കിട്ട് വിരാജിക്കുന്ന അർദ്ധനാരീശ്വരി കൂടിയായ കാളി ഏകയായി പിരിഞ്ഞു നിന്ന് ദാരികനെ വധിച്ചു എന്ന പുരാണകഥ ഗൂഢാർത്ഥഗർഭമാണ്. ശിവശക്തി സമന്വയത്തിനതീതമായി മറ്റൊരു ശക്തിക്കും ഇവിടെ വർത്തിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ലോകമംഗളത്തിന് വിഘാതശക്തിയായി ദാരികാസുര ഭാവത്തിൽ ഒരു പ്രതിശക്തി ഉണ്ടാകുവാനും സാധ്യമല്ല. അതുകൊണ്ടാണ് ദാരികവധത്തെ കാളിയുടെ വിനോദമായി ഭാവന ചെയ്തിരിക്കുന്നത്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും പിമ്പും യോദ്ധാക്കൾ നടത്തുന്ന മദ്യസേവയാണ് വീരപാനം. ശത്രുവിനെ ഉന്മൂലനം ചെയ്യാനുള്ള ദൃഢപ്രതിജ്ഞയുടെ ദ്യോതകമായി യുദ്ധത്തിന് മുന്നോടിയായി നടത്തുന്ന വീരപാനത്തെയും ശത്രുജയത്തിലുള്ള ആഘോഷമായി യുദ്ധാനന്തരമുള്ള വീരപാനത്തെയും മനസ്സിലാക്കേണ്ടതാണ്. ഹേലാദാരിത ദാരികാസുര ശിര ശ്രീ വീരപാണോന്മദ ശ്രേണി ശോണിത ശോണിമാധരപുടീം വീഡീരസാസ്വാദീനീം എന്ന ശ്ലോകഭാഗത്തിൽ ദാരികാസുരൻ്റെ ശിരസ് വിനോദഭാവത്തിൽ പിളർന്ന് ശ്രീവീരപാനം നടത്തി ഉന്മാദഭാവം പൂണ്ട ദേവിയുടെ അധരപുടങ്ങളിലെ ചുവപ്പു നിറത്തിൻ്റെ ശ്രേണീകൃത സ്വഭാവങ്ങളാണ് വർണ്ണിച്ചിരിക്കുന്നത്. അധരപുടങ്ങളുടെ സ്വാഭാവികമായ ചുവപ്പും താമ്പൂലനീരിൻ്റെ ചുവപ്പും ദാരികൻ്റെ ശിരശ്രീവീരപാണോന്മാദത്തിൻ്റെ ചുവപ്പും കൂടിക്കലർന്ന ചുവപ്പാണ് കാളിയുടെ അധരപുടങ്ങളിലെ ചുവപ്പായി ഭാവന ചെയ്തിരിക്കുന്നത്. ശിരശ്രീപാനവും രക്തപാനവും ഒന്നല്ല. ശ്രീശങ്കരൻ്റെ നിർവാദിയായി വിരാജിക്കുന്ന ശ്രീ ഭദ്രകാളിക്ക് ശത്രുക്കൾ ഉണ്ടാവുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഭദ്രകാളിക്ക് ശത്രുനിഗ്രഹത്തിൻ്റെയും ആവശ്യമില്ല. അവിവേകബുദ്ധിക്ക് അടിപ്പെട്ടു പോയ ദാരികൻ്റെ ശിരസിൽ സദ്ബുദ്ധി ഉദിപ്പിച്ചു എന്ന തരത്തിലാണ് ദാരിക ശിരസിനെ ദേവി പിളർന്ന് ശ്രീവീരപാനം നടത്തിയെന്ന ദൃഷ്ടാന്ത വർണ്ണനയെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. ആസുരീയ മേധാശക്തിയെ പരാജയപ്പെടുത്തുക വഴി ഹർഷോന്മത്തനായി തീർന്ന വിദ്യാപ്രഭാവശക്തിയുടെ പ്രതീക വർണ്ണമാണ് ദേവിയുടെ ചുണ്ടുകളിലെ രക്തവർണ്ണം. താമ്പൂലനീരിൻ്റെ ചുവപ്പ് പോലെ അതിനെ രക്താഭിന്ന വർണ്ണമായി തന്നെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പാടീരാതി സുഗന്ധിചൂചുകതടിയും ഷാഡീകുടീരസ്തനിയും എന്ന ശ്ലോകഭാഗത്തിൽ ഭദ്രകാളി സങ്കല്പത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഭീകരഭാവത്തെ ഗുരു മൂല്യനവീകരണം ചെയ്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ചന്ദനാദി സുഗന്ധ തൈലങ്ങൾ പൂശി മുലക്കച്ച കെട്ടി അലങ്കരിക്കപ്പെട്ട ദേവിയുടെ കുത്തുമുലകൾ യുവമാതൃത്വ നിറവിൻ്റെ പ്രതീകമാണ്. മാതൃസ്തന്യത്തിൻ്റെ തികവിനെ ദ്യോതിപ്പിക്കുന്ന ശ്രീഭദ്രയുടെ കുത്തുമുലകൾ ആത്മീയതയെയും ഭൗതികതയെയും കൂട്ടിയിണക്കുന്ന കാവ്യബിംബമാണ്. വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന ശ്രീഭദ്രയെ വിരാട് രൂപിയായി ഭാവന ചെയ്യുമ്പോൾ സർവ്വജീവജാലങ്ങളെയും പോഷിപ്പിക്കുന്ന പ്രകൃതി മാതാവിൻ്റെ സ്തന്യപ്രതീകമായി ആ കാവ്യബിംബത്തിന് ഭാവരൂപാന്തരം സംഭവിക്കുന്നു. കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്ന മാതൃഭാവം ഭദ്രകാളിയിൽ ദർശിക്കുന്ന കാവ്യഭാവന അനന്യസാധാരണം തന്നെയാണ്. സൃഷ്ടിന്മുഖ സംഹാരാത്മക ഭാവസ്വരൂപം കൊണ്ട് വിരാജിക്കുന്ന ശിവമേനി പങ്കിട്ടെടുത്ത് വിരാജിക്കുന്ന ശ്രീ ഭദ്രകാളിയുടെ കുത്തുമുലകളും ചന്ദനാദികൾ പൂശി സംരക്ഷിക്കുന്ന മുലക്കണ്ണുകളും വാഴ്വിലെ സൃഷ്ടിന്മുഖ സംഹാരാത്മകതയിൽ അന്തർഭവിക്കപ്പെട്ടിരിക്കുന്ന അനുകമ്പാ നിർഭരമായ പോഷണധർമ്മ പ്രതീകമാണ്. സ്ഥൈതികാത്മകതയുടെ ഭാവസ്വരൂപമാണ് അവിടെ ദർശിക്കാൻ സാധിക്കുന്നത്. സൃഷ്ടിസ്ഥിതിലയ ധർമ്മനൈരന്തര്യത്തിലെ അദൃശ്യശക്തിയായി ശിവശക്തി സമന്വയത്തെ ഗുരു കാവ്യാത്മകമായി ഇവിടെ വരഞ്ഞിട്ടിരിക്കുന്നു. ഘോടീവൃന്ദ സമാനധാഡി യുധീം ശ്രീ ഭദ്രകാളീം ഭജേ
എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലോകം ഉപസംഹരിച്ചിരിക്കുന്നത്. പെൺകുതിരകളുടെ സാമർഥ്യത്തോടുകൂടി യുദ്ധം ചെയ്യുന്ന ഭദ്രകാളി ഒരു പ്രതീക കാവ്യബിംബമാണ്. ചതുരംഗപ്പടയിലെ കുതിരയുടെ യുദ്ധസാമർഥ്യം അത്ഭുതാവഹമാണ്. ശത്രു എപ്പോൾ എവിടെ നിന്നുമാണ് ആക്രമിക്കപ്പെടുന്നതെന്ന് നിശ്ചയം ചെയ്യാൻ യുദ്ധകളത്തിൽ ആരാലും സാധ്യമല്ല. കുതിര ശക്തിയുടെ പ്രതീകവും പെൺകുതിര സൃഷ്ടിപരതയിലെ വേഗപ്രതീകവുമാണ്. ഭദ്രകാളിയുടെ സംഹാരവൃത്തിയിലെ സൃഷ്ടിന്മുഖതയുടെ നേർക്കാണ് ഗുരു കാവ്യാത്മകമായി ശ്രദ്ധയെ തിരിച്ചുവിടുന്നത്. ഭാവനയും കാവ്യാത്മകതയും താത്വിക ചിന്തയും സമന്വയിക്കുന്ന കാവ്യഭംഗിയുടെ തിളക്കം ഈ ശ്ലോകത്തെ വേറിട്ടതാക്കി തീർക്കുന്നു. പുരാണകഥകളിലെ ഭദ്രകാളിയെ ജ്ഞാനതലത്തിൽ മൂല്യനവീകരണം ചെയ്ത് പ്രതിഷ്ഠിക്കുന്നതിലുള്ള ഗുരുവിൻ്റെ സാമർഥ്യം വിളംബരം ചെയ്യുന്ന ഒരു ധ്യാന മന്ത്രം കൂടിയാണ് ഈ ശ്ലോകം. ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗുരുധർമ്മം ജയിക്കട്ടെ.